നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ അപ്പത്തിന്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോ ഇന്ന് ഈസി കുക്കർ വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ കുക്കറിൽ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ച് പെട്ടെന്ന് നിമിഷങ്ങൾക്കകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറി. എന്തായാലും കുറേ പേരൊന്നും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാർ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അപ്പത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ അപ്പത്തിന്റെ വീഡിയോ ആണ്. എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇപ്പോൾ നമ്മുടെ ഓണം റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണം റെസിപ്പീസ് അടുത്തൊരു ദിവസം മുതൽ അത്തം മുതൽ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്യാൻ സമയമുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ വിഷു സദ്യയിലും ഓണസദ്യയിലും നമ്മുടെ ഓണസദ്യ റെസിപ്പീസും കേരള സദ്യ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ സദ്യ റെസിപ്പീസ് കിട്ടും. പിന്നെ ചെയ്യാത്ത വളരെ കുറച്ച് റെസിപ്പികൾ നമുക്ക് സമയം പോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോട്ടോസും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി വെജിറ്റബിൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 പച്ചമുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർത്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ബീൻസ്, ക്യാരറ്റ്, സവോള, ഉരുളക്കിഴങ്ങ് ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കോളിഫ്ലവർ ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ കറിക്ക് ഒരു കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് പലതുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6-7 ബീൻസ് എടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങും 2 സവോള എടുത്തിട്ടുണ്ട്. സവോള കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കോൺഫ്ലവറോ മൈദപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല തിക്നെസ് കൂട്ടാനായിട്ട്. അതുപോലെ തന്നെ കാഷ്നട്ട് അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് സവോള കൂടുതലായിട്ട് ചേർക്കുക. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറി കാണാൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോരുതല്ലോ. പിന്നെ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പിലേക്ക് ചേർത്തിട്ടല്ലേ ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ഗ്രാമ്പു, 3 ഏലക്ക, 1 പീസ് പട്ട ഇത്രയും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം കേട്ടോ. ഇതൊന്ന് കുക്കായി ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വരണം. നന്നായിട്ടങ്ങ് കളർ മാറിപ്പോവണ്ട കേട്ടോ. ഒന്ന് കുക്കായി തുടങ്ങിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി ഈ സവോള ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ മാറി ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർക്കില്ല കേട്ടോ. എന്താണ് ഉപ്പ് ചേർക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൽ പിടിക്കും സവോള. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് സവോള വഴറ്റാം. സവോള വലിയ പീസുകളായിട്ട് മുറിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് സവോള ചെറിയ പീസുകളായിട്ട് തന്നെ മുറിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. ഇപ്പോൾ എപ്പോഴും കിട്ടുന്ന പച്ചമുളകിന് എരിവ് കൂടുതലാണ്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത്രയും എരിവ് പച്ചമുളകിന് ചില സമയത്ത് നമുക്ക് ഒട്ടും തന്നെ എരിവില്ലാത്ത പച്ചമുളകായിരിക്കും കിട്ടുക. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്.
ഇത്രയും മതി കേട്ടോ, വല്ലാണ്ട് അങ്ങോട്ട് കളർ മാറിപ്പോണ്ട. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ ഇളക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറിക്ക് പുളി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളി ചേർക്കാം കേട്ടോ. ഒരു തക്കാളിയുടെ പകുതി വരെയൊക്കെ ചേർക്കാം ഇത്രയും വെജിറ്റബിൾസിന്. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുളി അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. ചില കറികളിൽ പുളി കറക്റ്റ് ആവുള്ളൂ, ചില കറികളിൽ പുളി കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഈ പൊടികൾ കുക്കായി വന്നു കഴിയുമ്പോൾ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ പൊടികൾ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. ഇനി വെജിറ്റബിൾസും നമ്മുടെ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കറിവേപ്പിലയും ചേർക്കാം. നമ്മുടെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഞാൻ. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ചൂടുവെള്ളമല്ല, സാധാരണ വെള്ളം. നമ്മൾ ചൂടുവെള്ളം കറി കുക്കായതിന് ശേഷമേ ചേർക്കുള്ളൂ. ഇപ്പോൾ ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. നമ്മുടെ വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ഇപ്പോൾ ഇതാ ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് 2 വിസിൽ വരുന്നത് ഒരു കുക്കാവട്ടെ. നമ്മുടെ വെജിറ്റബിൾസ് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് 2 വിസിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കംപ്ലീറ്റ് പ്രഷർ പോകുമ്പോൾ തുറക്കുക. ഞാനിതിപ്പോൾ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തുറക്കുകയാണ്. കണ്ടോ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് ഗ്രേവി ഒന്നുമില്ല. നമുക്കിതൊന്ന് ഇളക്കാം. കുറച്ച് ഗ്രേവി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കറിയായിട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ. ഞാനിനി ഫ്ലെയിം ഓൺ ചെയ്യാണ് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഉടയ്ക്കുന്നില്ല. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പ് ആഡ് ചെയ്തു. നമ്മുടെ ഗ്രേവി വീണ്ടും തിളച്ചു തുടങ്ങി. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല്, കട്ടിപ്പാല്. അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തേങ്ങാപ്പാൽ എടുക്കാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. തിളച്ച് വരണ്ട. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം തേങ്ങാപ്പാലിന് പകരമായിട്ട്. പിന്നെ കാഷ്നട്ട് അരച്ച് ചേർക്കാം, കോൺഫ്ലവർ ചേർക്കാം, മൈദപ്പൊടി
വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. തിക്നെസ് കൂട്ടണം എന്നുള്ള ആളുകൾക്ക് മാത്രം. പക്ഷേ ഈ ഒരു കറിയൊക്കെ തിക്നെസ് അധികം കൂട്ടാതെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഒരുപാട് അങ്ങ് ഇളക്കി ഞാൻ ഉടയ്ക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കറി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി ഈ കറിയിൽ ചെയ്യാനായിട്ട്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാനില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത്രയും ഈസി ആയിട്ടൊരു വെജിറ്റബിൾ കറി. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിന് പകരമുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു, കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചെറിയ ബബിൾസ് വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. കഴിഞ്ഞു. ഇനി അടച്ചു വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ സെർവ് ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി കുക്കർ വെജിറ്റബിൾ കറി ഞാനിപ്പോൾ റെഡിയാക്കിയതിന് ശേഷം അരമണിക്കൂർ അടച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ, അടച്ചു വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട് കേട്ടോ ഗ്രേവിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.